ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. ഈ പരിവർത്തനം ഉണ്ടാകും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ. ഈ ഒരു ചിന്തയുമായി നടക്കുന്ന ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ, ജനപ്രതിനിധികളായിട്ട് നടക്കുന്ന ആളുകൾക്ക് ഈ ഇന്റർചേഞ്ചബിലിറ്റി ആണ് വലിയ പരിവർത്തനം എന്ന് പറയുന്നത്. ആരാണ് ഉന്നത കുലം? ഉന്നത കുലത്തിൽ ഉള്ള ഒരാൾക്ക് താഴേക്കിടയിൽ എന്ന് ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ പറയുന്ന ആളുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയുള്ള കഴിവുണ്ടാവുന്നത് എങ്ങനെയാണ്? ഉന്നത കുലത്തിന് ജന്മനാ തന്നെ എന്തെങ്കിലും സ്കില്ലുകൾ കിട്ടിയിട്ടുണ്ടോ? അതാണോ ഇദ്ദേഹം അവകാശപ്പെടുന്നത്? അതിനെക്കുറിച്ചിട്ട് ഇദ്ദേഹത്തിന് ആൻസർ ഉണ്ടോ? അതേപോലെ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതിയുണ്ട്, ഇദ്ദേഹം ഉത്തരം പറയേണ്ട മറ്റൊരു സംഗതിയുണ്ട്. ട്രൈബൽ ഗ്രൂപ്പ്സിന്റെ ഉന്നമനം ഇദ്ദേഹം പ്രതീക്ഷിക്കുന്ന രീതിയിലേക്ക് സാധ്യമാവാത്തതിന്റെ കാരണം അവരുടെ നേതൃത്വ നിരയിൽ നിൽക്കുന്ന ആളുകളുടെ ജാതിയോ കുലോ ആണോ? ഇത്തരത്തിൽ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ടും ഒരു മറുപടിയും പറയാൻ ഇല്ല എങ്കിലും ജാതീയത എല്ലായിടത്തും വാരി വിളമ്പുക എന്നുള്ളതാണ് പൊതു സ്വഭാവം. അപ്പൊ അതിനെയാണ് ആളുകൾ വിമർശിക്കുന്നത്.